നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോൾ ഒരു അൺസർട്ടനിറ്റിയുടെ സമയത്താണല്ലോ. അത് മാറ്റി വീണ്ടും ട്രാക്കിലാക്കാനാണ് കാർലോ അഞ്ചലോട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ച കുറേ താരങ്ങളെയൊക്കെ ഒഴിവാക്കി കുറേ പുതിയ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി ഫെർണാണ്ടോ ഡെനിസും ഡുർവാൾ ജൂനിയറും ഒക്കെ. എന്നിട്ടും കാര്യങ്ങൾ അങ്ങ് ക്ലച്ച് പിടിച്ചില്ല. അപ്പോൾ ആഞ്ചലോട്ടി വരുമ്പോൾ ചില അടഞ്ഞ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. യെസ്, കാസമിറോയുടെ മുന്നിലെ വാതിൽ അടഞ്ഞതായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം 2023 ഒരു കളി കളിച്ചിട്ടുണ്ടെന്നല്ലാതെ പിന്നീട് ടീമിലേക്ക് അവസരമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിലെ വാതിൽ ഇതാ തുറന്നിരിക്കുന്നു. റിച്ചാർലിസൺ അതുപോലെ തന്നെ അദ്ദേഹത്തിനും വീണ്ടും അവസരം ലഭിക്കുന്നു. ആൻ്റണി. അപ്പോൾ ഇങ്ങനെയൊക്കെ പഴയ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തി, ചുരുക്കി പറഞ്ഞാൽ പാസ്റ്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി നടത്തുന്നത്. 2022 വേൾഡ് കപ്പ് കളിച്ച ബ്രസീൽ ടീമിലെ 11 താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഈ പുതിയ സ്ക്വാഡ് അഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്ന താരങ്ങൾ കാസമിറോ വെറ്ററാനാണ്, പക്ഷേ അധികം പ്രായമായി കളി നിർത്താനുള്ള സമയമൊന്നും ആയിട്ടില്ലെന്ന്. 33 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. നേരത്തെ റയൽ മാഡ്രിഡിൽ അദ്ദേഹം കോച്ചിൻ്റെ കീഴിൽ വലിയ രൂപത്തിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള അനുഭവ സമ്പത്തുമുണ്ട്. റിച്ചാർലിസൻ്റെ വയസ്സ് 28. എവേർട്ടണിൽ വെച്ച് അദ്ദേഹം കോച്ച് ചെയ്തിട്ടുണ്ട്. ആൻ്റണിയുടെ പ്രായം 25. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റീസിലേക്ക് ചേക്കേറിയതിനു ശേഷം മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ 25 പ്ലെയേഴ്സിനെ ആഞ്ചലോട്ടി ഇക്വഡോറിനെതിരെയും പരാഗ്വേക്കെതിരെയുള്ള മത്സരങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ 11 പ്ലെയേഴ്സ് 2022 വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ടായിരുന്നവർ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആഞ്ചലോട്ടി പ്രധാനമായും റെസ്ക്യൂ ചെയ്ത ഒരു ഇൻ്റർനാഷണൽ കരിയർ കാസമിറോയുടേത് തന്നെയാണ്. കാസമിറോയുടെ അവസാനത്തെ ബ്രസീലിയൻ മത്സരം എന്ന് പറഞ്ഞാൽ 2023 ഒക്ടോബറിലാണ്. വെനിസ്വലയ്ക്കെതിരെ ഇക്വഡോറിനെതിരെ ഒക്കെയുള്ള ആ ഒരു കോളപ്പിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ദെൻ റിച്ചാർലിസൺ ബ്രസീലിന് വേണ്ടി അതേ വർഷത്തെ സെപ്റ്റംബർ മാസത്തിന് ശേഷം കളിച്ചിട്ടേയില്ല. അതായത് 2023 സെപ്റ്റംബറിന് ശേഷം അദ്ദേഹം കളിച്ചിട്ടേയില്ല. ബൊളീവിയ ആൻഡ് പെറു ഈ ടീമുകൾക്കെതിരെയുള്ള അന്നത്തെ മത്സരത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതേസമയം ആൻ്റണിയോ 2022 വേൾഡ് കപ്പിന് ശേഷം ആൻ്റണി 2023 ഫസ്റ്റ് ഫ്രണ്ട്ലി, അത് മൊറോക്കോക്കെതിരെയുള്ള ഒരു മത്സരമായിരുന്നു. റമോൺ മെനസസിൻ്റെ കീഴിൽ ബ്രസീൽ കളിച്ചപ്പോൾ ആ കളിയിലാണ് പിന്നെ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ആഫ്റ്റർ വേർഡ്സ് അദ്ദേഹം കളിച്ചിട്ടേയില്ല. ഫെർണാണ്ടോ ഡെനിസ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായിട്ട് സെപ്റ്റംബറിൽ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് ആ ഒരു എക്സ് ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ വന്നല്ലോ. ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹമുള്ള സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. അപ്പം ഇവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ ഇതാ കാർലോ അഞ്ചലോട്ടി മലക്കെ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. മികച്ച പ്രകടനം നടത്തി ബ്രസീലിന് വേണ്ടി അവർ സ്ഥാനം ഉറപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് കാസമിറോയെ പോലുള്ളൊരു താരത്തെയൊക്കെ ബ്രസീൽ മധ്യത്തിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആഞ്ചലോട്ടിയുടെ ദീർഘവീക്ഷണം, അതായത് യുവതാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായിട്ട് കപ്പാസിറ്റിയുള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള, പക്വതയുള്ള താരങ്ങളെ ആവശ്യമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കാസമിറോയെ കൊണ്ടുവരാനുള്ള കാരണം. കുറച്ചധികം കാലം ഒരുപക്ഷെ യുവതാരങ്ങളുടെ മെൻറ്റർ കൂടിയായിട്ട് കാസമിറോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീലിൽ കളിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.